IPS വെച്ച് അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത പണി പോലീസുകാരെ കൊണ്ട് ചെയ്യരുത്. നിരപരാധികളുടെ കൂമ്പിടിച്ച് കലക്കാനായിരുന്നെങ്കിൽ കയ്യിലുണ്ടും തലയിൽ വട്ടക്കെട്ടുമുള്ള കുറെ തെമ്മാടികളെ വിട്ടാൽ മതിയായിരുന്നു. കാക്കിയിട്ട് കഴിഞ്ഞാൽ കൊള്ളയും കൊലയും ബലാത്സംഗവും ചെയ്യാനുള്ള ലൈസൻസ് ആയി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് താൻ ഉൾപ്പെടെയുള്ള കുറെ പോലീസുകാരെ നിർദ്ദേശം മർദ്ദിച്ച ആരെ മർദ്ദിച്ചു? ആ പാവ സ്ത്രീകളോ? ചകിരി പിരിച്ചും മത്സ്യം പിടിച്ചും സ്വന്തം മക്കളെ പോറ്റുന്ന ആ പാവ മനുഷ്യരോ? ഒരു കൂട്ടം തെമ്മാടികളുടെ കൂലിത്തല്ലുകാരായിരുന്നു പോലീസുകാര്. ഇതിന്റെ പേരാണ് ഗുണ്ടായുസം, പോലീസിന്റെ ഗുണ്ടായുസം. ഇതിനൊക്കെ വഴിവെച്ച താനെടുത്തനാ. രണ്ടും മതനേതാക്കളെയാണ് തന്നെ ഇഷ്ടപ്രകാരം മർദ്ദിച്ചകത്തിട്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്കറിയോ? എന്നിട്ടിപ്പോ അക്രമം കാണിച്ച തെമ്മാടികളെ പിടിക്കാൻ പോലീസ് അല്പം ബലം പ്രയോഗിച്ചെന്ന് കരുതി പോലീസ് ബലം പ്രയോഗിക്കേണ്ടത് 19-18 വയസ്സുള്ള പെൺപിള്ളേരുടെ നെഞ്ചത്തോട്ടല്ല. നടപടി എടുക്കേണ്ടത് തന്റെ പേരിലാണ്. അച്ചടക്ക ലംഘനത്തിന്, അധികാര ദുർവിനിയോഗത്തിന്. ഇന്നലെ രാവിലെ അറസ്റ്റ് ചെയ്ത 2 പേരെ ഇന്ന് നേരമായിട്ട് ഞാൻ കോടതിയിൽ ഹാജരാക്കിയില്ലല്ലോ. എന്താണോ നോക്കുന്നത്? ഇറങ്ങി പോണോ? ഓടില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. ഇനി പറ, ഈ യൂണിഫോമിൽ തുടരാൻ ഞാൻ ആർക്കൊക്കെയാ പെണ്ണുകൂട്ടി കൊടുക്കേണ്ടത്? ആർക്കൊക്കെയാ വിടുവേല ചെയ്യേണ്ടത്? സാറ് പറ, ഞാൻ ചെയ്യാം. താനെന്താ പരിഹസിക്കണോ? അയ്യോ, IPS റാങ്കുള്ള സാറിനെ പോലെയുള്ള ഒരാളെ ഞാൻ എങ്ങനെയാ സാറേ പരിഹസിക്കുന്നത്? പിന്നെ സത്യം പറയാമല്ലോ, എന്റെ പറമ്പിൽ പൊഴിഞ്ഞു വീഴുന്ന നാളികേരത്തിന്റെ തൊണ്ട് വിറ്റാൽ കിട്ടുന്ന പണം മതി എനിക്കും എന്റെ അമ്മയ്ക്കും 3 നേരം പാൽപ്പായസം കുടിച്ച് ജീവിക്കാൻ. അതുകൊണ്ട് വരട്ടരുത്. വല്ലവരുടെ കയ്യിൽ നിന്നും വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സാർ അതങ്ങ് തിരിച്ചു കൊടുത്തേര്. സാറിന് ആവശ്യമുള്ളത് എന്നോട് പറ, ഞാൻ തരാം. പറഞ്ഞു തീർന്നിട്ടില്ല. എന്നേക്കാൾ അധികാരമുള്ള സാറിന്റെ റാങ്കും നക്ഷത്രങ്ങളും വെച്ച് അന്വേഷണത്തിന് തടസ്സം നിൽക്കാനോ എന്നെ സ്ഥലം മാറ്റാനോ ആണ് ഭാവമെങ്കിൽ ആ മുട്ട് ഞാൻ തന്നെ ഓടിക്കും. അതെ, ഈ യൂണിഫോം അയച്ചു വെച്ചൊരു ലുങ്കി മടക്കി കുത്തിയാലുണ്ടല്ലോ, ഞാൻ തനി തെറ്റയാ തറ. സല്യൂട്ട് ചെയ്യുന്ന സുഖമായിരിക്കില്ല. ദാ ഇതുകൊണ്ടൊന്ന് കവളത്ത് കിട്ടിയ നല്ല ബെസ്റ്റ് ഇടിയാനിരിക്കും, ഒരു ദാക്ഷിണ്യമില്ലാത്ത ഇടി. അതുകൊണ്ട് ഇതെന്റെ ശരീരത്തൊന്നും പോകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ സാറിന്.